എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഒരേക്കറ സൂപ്പർ സ്ഥലം എന്ന് പറഞ്ഞാൽ നിങ്ങളത് മുഴുവൻ കാണുക. നല്ല അടിപൊളി സ്ഥലം, നല്ല നിരന്ന റോഡ് ഫ്രണ്ടേജ് ഉണ്ട്, ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. ബസ് റൂട്ടിൽ നിന്ന് ഒരു 20 അടി, മീൻസ് ഒരു 20-30 മീറ്റർ, അടിയല്ല സോറി മീറ്റർ, ഒരു 30 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മളെ ലാൻഡ് കിടക്കുന്നത്. ഈ 30 മീറ്റർ ടാറിങ് റോഡാണ്, വീതിയുള്ള റോഡാണ്. നമ്മളെ ലാൻഡ് വരുന്നത് കേണിച്ചിറ ടൗൺ എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ്. ചൂതുപാറ ആ ഒരു ഏരിയയിലാണ്. ചൂതുപാറ പറഞ്ഞാൽ കേണിച്ചിറയ്ക്ക് അടുത്തുള്ള ചെറിയൊരു ഏരിയ ആണ്. നമ്മൾ കൽപ്പറ്റയിൽ നിന്ന് ഏതാണ്ട് ഒരു 16 കിലോമീറ്റർ വരുന്നുണ്ട്. ബത്തേരിയിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ വരുന്നുണ്ട് ഈ സ്ഥലത്തേക്ക്. സ്റ്റേറ്റ് ഹൈവേന്ന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസാണ്. ആ 1 കിലോമീറ്ററിൽ ബസ് റൂട്ടുണ്ട് കേട്ടോ. ഒരു 20 മിനിറ്റ് ഗ്യാപ്പിൽ ബസ് റൂട്ടുണ്ട്. അപ്പോൾ സൂപ്പർ സ്ഥലമാണ്, നിങ്ങൾ കാണുക. സെൻറ്റിന് ചോദിക്കുന്ന വില 65,000 രൂപ. ആ ഒരു വിലയ്ക്ക് നല്ല ലാഭമുള്ളൊരു പ്രോപ്പർട്ടിയാണ്. സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സെൻറ്റ് വില 65,000 രൂപയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് പോവാം. ഞാനിപ്പം കാണിക്കുന്നത് നമ്മളെ ലാൻഡിൻ്റെ ചേർന്ന് കിടക്കുന്ന ടാറിങ് റോഡാണ്. ഇപ്പോൾ സൂം ചെയ്യുന്നത് നിങ്ങളൊരു ജംഗ്ഷൻ കാണുന്നുണ്ടാവും. ആ ജംഗ്ഷനിൽ ബസ് പോകുന്നതാണ് കേട്ടോ. ആ ജംഗ്ഷനിൽ നിന്ന് നമ്മളെ ഇപ്പോൾ താഴെ വണ്ടി കിടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. വണ്ടി കിടക്കുന്ന അവിടം വരെ ആണ് നമ്മളെ ആ ജംഗ്ഷനിൽ നിന്നുള്ള ബസ് റൂട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. അത് ഏതാണ്ട് ഒരു 25-30 മീറ്റർ അത്രയേ വരുന്നുള്ളൂ. നമ്മളെ ലാൻഡും ഏതാണ്ട് ഒരു 30 മീറ്ററോളം ഈ ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. ഇത് പഞ്ചായത്ത് റോഡാണ്. ഇത് നേരെ ഷോർട്ട് കട്ടാണ്. അപ്പാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അങ്ങോട്ട് പോയി അവിടെ നിന്ന് നേരെ മീനാടിക്ക് പോകും. ഒരു ഷോർട്ട് വഴിയാണ്. ഇതിൽ അത്യാവശ്യം വീടുകളുള്ള ഏരിയ ആണ്. നമ്മളിത് പിന്നെ 1 ഏക്കർ ലാൻഡ് ആയതുകൊണ്ട് നമുക്ക് നല്ല പ്രൈവസി ഉണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും വീടുകളൊക്കെ ഉണ്ട്. നല്ലൊരു ഏരിയ ആണ്, ജനവാസമുള്ള ഏരിയ തന്നെയാണ്. അപ്പം ഇതിൻ്റെ ഇടത് സൈഡാണ് ലാൻഡ്. നമ്മളിപ്പോൾ ലാൻഡിലാണുള്ളത്. ലാൻഡ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്താ വെച്ചാൽ ഫുള്ള് മരങ്ങളാണ്. ആദായം കാര്യമായിട്ടൊന്നുമില്ല. ഇതിലാദ്യം കുറച്ച് കോഫി ഉണ്ടായിരുന്നു, അത് പിന്നെ പോയതാണ്. ഇതിൻ്റെ ഓണർ സ്ഥലത്തില്ല, പുറത്താണുള്ളത്. കുറച്ച് കവുങ്ങുണ്ട്, കുറച്ച് തെങ്ങുണ്ട്. ആ ഒരു വരുമാനം എന്ന് പറയാൻ അത് മാത്രമേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഒരുപാട് മരങ്ങൾ, വൻമരങ്ങളുണ്ട്, ചെറിയ മരങ്ങളുണ്ട്. ഈ പ്ലാവൊക്കെ ഏതാണ്ട് ഒരു 10-30ഓളം പ്ലാവ് ഇതിലുണ്ട്, വലുതും ചെറുതുമായിട്ട്. ഫുള്ള് ചക്ക കിട്ടുന്ന, പിന്നെ മാവ്, അങ്ങനെയുള്ള നമ്മളെ വീടുകളിലുണ്ടാകുന്ന ഒരുപാട് മരങ്ങൾ. അത് നിറഞ്ഞ് കിടക്കുന്നതുകൊണ്ട് നല്ല വൈബാണ്, നല്ല അന്തരീക്ഷമാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ നല്ല കൂളിംഗ് ആണ്. ഇത്രയും മരങ്ങളെ ഇടയിൽ നിൽക്കുന്ന ഒരു പറമ്പാണല്ലോ. പിന്നെ മെയിനായിട്ട് നിരന്ന ലാൻഡാണ്. ചെറിയൊരു സ്ലോപ്പ് ഒരു ഏരിയയിൽ താഴോട്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു സ്ലോപ്പ് ഉണ്ട്. ബാക്കി ഓൾമോസ്റ്റ് നിരന്ന ഏരിയ ആണ്. പിന്നെ തെങ്ങ് അത്യാവശ്യം കായ്ക്കുന്ന കുറച്ച് തെങ്ങുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഏരിയ വൈസ് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും സൗകര്യമുള്ളൊരു ഏരിയ ആണ്. നമുക്ക് ആകെ ഒരു 10-16 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബത്തേരി എത്താം, മീനങ്ങാടി അടുത്താണ്. പിന്നെ സ്കൂളുകളൊക്കെ വലിയ വലിയ സ്കൂളുകൾ ഇതിൻ്റെ ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ സറൗണ്ടിങ്സിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റൽ, ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ റോഡ് ആക്സസ് ഉള്ളതുകൊണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് അടുത്ത അങ്ങാടിയിലേക്ക് എത്താം. ആ ഒരു സൗകര്യമുണ്ട്. കവുങ്ങ് കുറേ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെയാണ് ലാൻഡ് കിടക്കുന്നത്. ഏതാണ്ടൊരു സമചതുരത്തിൽ രൂപത്തിലാണ് ലാൻഡ് കിടക്കുന്നത്. നിങ്ങൾ വന്ന് കാണുമ്പോൾ നിങ്ങൾക്കത് ഏതാണ്ട് മനസ്സിലാവും. പുളി, അങ്ങനെയുള്ള വലിയ വലിയ പുളികളൊക്കെ ഉണ്ട്, പുളിമരങ്ങൾ. പിന്നെ മാവ്, ഞാൻ പറഞ്ഞു, മാവ്, പ്ലാവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒരു ഇവിടെ വന്ന് സെറ്റിൽ ചെയ്ത് താമസിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് നല്ലൊരു സ്ഥലമാണ്. വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള നല്ല തെളിനീര് പോലത്തെ വെള്ളമാണ്. ഈ ഭാഗത്ത് വെള്ളത്തിന് ഒരു കുഴപ്പമില്ല. പിന്നെ വേറെ വന്യമൃഗശല്യം അങ്ങനെയുള്ള ഇഷ്യൂസൊന്നും ഈ ഭാഗത്തില്ല. അടുത്ത് ഫോറസ്റ്റ് ഇല്ല. പിന്നെ പട്ടയം ജന്മമാണ് വരുന്നത്. നമുക്കിനി വേണമെങ്കിൽ നമുക്ക് വല്ല കൊമേഴ്ഷ്യലി അങ്ങനെയൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അതിനും പറ്റും. നല്ലൊരു ഫാം ഹൗസ് സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരുപാട് റിസോർട്ടുകളൊക്കെ ഈ ഭാഗത്തുണ്ട്. റിസോർട്ടുകളൊക്കെ ഉള്ള ഏരിയ ആണ്. വേണമെങ്കിൽ റിസോർട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് റിട്ടേൺ കിട്ടുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം. ഇനി ഇതൊന്നുമല്ല, നല്ലൊരു വീടുണ്ടാക്കി സ്വസ്ഥമായിട്ട് 1 ഏക്കർ സ്ഥലത്ത് ജീവിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റുന്നൊരു ഏരിയ ആണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വിളിക്കുക. ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.